ഹലോ മക്കളെ, നമ്മള് 9th സ്റ്റാൻഡേർഡിലുള്ള ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. അപ്പം ഡൈജഷനും നമുക്ക് പഠിക്കാനുണ്ട്, ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ നിങ്ങൾക്ക്? ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡൈജഷൻ, നമ്മൾ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താ അവിടെ നടക്കുന്നത്? നമ്മൾ കഴിക്കുന്ന വലിയ ഫുഡ് മോളിക്യൂൾസ് ഉണ്ട് അല്ലെ, ലൈക്ക് ചോറാണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എഗ് ആണെങ്കിലും ഒക്കെ നമ്മൾ കഴിക്കുന്ന വലിയ ഫോമിലുള്ള ആൾക്കാരെയാണ്. അതിന് നമ്മുടെ കുഞ്ഞി കുഞ്ഞി സെൽസ് അല്ലേ നമുക്കുള്ളത്? ചെറിയ ചെറിയ കുറേ സെൽസ് ഉണ്ട് അല്ലെ, മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട് നമുക്ക്. ആ സെൽസിനൊക്കെ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം അല്ലെ. അതിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസിനെ നമ്മുടെ സെൽസിനൊക്കെ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്തെടുക്കണം അല്ലെ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ്? നമ്മുടെ ന്യൂട്രിയൻസ് നന്നായിട്ട് ചെറിയ ഫോമിലാക്കി മാറ്റണം അല്ലെ. നമ്മൾ കഴിക്കുന്ന വലിയ ന്യൂട്രിയൻസ്, വലിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ചെറിയ ചെറിയ ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൈജഷൻ എന്താന്ന് ക്ലിയർ ആയി. വലിയ ഫുഡ് മോളിക്യൂൾസിനെ, നമ്മൾ കഴിക്കുന്ന വലിയ ഫുഡിനെ ചെറിയ പാർട്ടിക്കിൾസ് ആക്കിയിട്ടല്ലേ നമ്മുടെ സെല്ലിന് എടുക്കാൻ പാകത്തില്ല. സെല്ലിന് ഓരോ സെല്ലിനല്ലേ ഇൻഡിവിജ്വൽ, ഇവിടെ ഒക്കെ സെൽസ് ഉണ്ട് അല്ലെ. ഈ സെൽസിനൊക്കെ കിട്ടാൻ പാകത്തിന് എന്താവണം? ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്ത് ഏറ്റവും ചെറിയൊരു പാർട്ടിക്കിൾ ആക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡൈജഷൻ എന്ന് പറയുന്നത്. നമ്മളെ സെല്ലിനെ എടുക്കാൻ പാകത്തിലുള്ള പാർട്ടിക്കിൾ ആക്കി മാറ്റുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. അപ്പം ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡൈജസ്റ്റീവ് ട്രാക്ട് ഉണ്ട് അല്ലെ. നമ്മുടെ ഫുഡ് കടന്നു പോകുന്ന ഒരു പാത്ത് വേ ഉണ്ട് അല്ലെ. ആ ഒരു പാത്തിൽ നിന്നും നമ്മള് ഫുഡ് ഇങ്ങനെ ഈ ട്രാക്കിൽ പോകുന്ന സമയത്ത് ബാക്കി എല്ലായിടത്തും ന്യൂട്രിയൻസ് കിട്ടണ്ടേ? നമ്മള് ഫുഡ് പോകുന്ന വഴിയിൽ മാത്രമാണോ ന്യൂട്രിയൻസ് വേണ്ടത്? അല്ലല്ലേ, ഫുൾ കയ്യിലും കാലിലും ഒക്കെ എന്ത് വേണം? ന്യൂട്രിയൻസ് വേണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലുള്ള ന്യൂട്രിയൻസിന് എന്ത് ചെയ്യണം? എല്ലാ എക്സ്ട്രീമിറ്റീസിലേക്ക് എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യണം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സർക്കുലേഷൻ ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. അപ്പം ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്ത ഫുഡിന്റെ ന്യൂട്രിയൻസിനെ ബോഡിയിലുള്ള ബാക്കി പാർട്സിലേക്കൊക്കെ എത്തിക്കുന്നതും എന്നും പഠിക്കുന്ന ഒരു വലിയൊരു ചാപ്റ്റർ ആണ് നമ്മുടെ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. പഠിക്കാം നമുക്ക് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, സോ although the dietary pattern of people in various parts of the world are different, for health, food must contains nutrients such as carbohydrate, proteins, fats, minerals and vitamins in addition to fiber and water. അപ്പം നമ്മള് ലോകത്ത് എല്ലായിടത്തുള്ള ആൾക്കാർ കഴിക്കുന്ന ഫുഡ്, ഇപ്പൊ ചോറ് കഴിക്കുന്നത് അല്ലെ, മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ ചോറൊക്കെ കഴിക്കുന്നുണ്ടാവുക അല്ലെ. ആൻഡ് ഇന്ത്യയുടെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാല് അവര് ചോറല്ല അല്ലെ, അവര് വേറെ ഗോതമ്പിന്റെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ കടലിന്റെ അടുത്തേക്ക്, തീരപ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടും ഫിഷ് വെറൈറ്റീസ് ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക അല്ലെ. പിന്നെ കുറച്ച് മേലേക്ക് പോകുമ്പോൾ അവര് ഫിഷ് ഐറ്റംസ് ആയിരിക്കില്ല അവർക്ക് കൂടുതൽ ഉണ്ടാവുക അല്ലെ. അപ്പം ഓരോ സ്ഥലത്ത് ലോകത്ത് മൊത്തം നോക്കുമ്പോൾ എന്താണ് ഡിഫറെന്റ് ആയിട്ട്. നമ്മളിപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാല് അവര് ചോറും സാമ്പാറും ചമ്മന്തിയും ഒക്കെയാണോ കഴിക്കുന്നത്? അല്ലെ. അപ്പം അവർക്ക് പോയി കഴിഞ്ഞാല് അവര് വേറെ ടൈപ്പ് ഓഫ് ഫുഡുകളായിരിക്കും കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പം ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡിക്ക് കൊടുക്കേണ്ട സപ്ലിമെന്റ്സ് ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻസ് വേണം, ഫാറ്റ് വേണം, മിനറൽസ് വേണം, വെള്ളം കുടിക്കണം അല്ലെ, വാട്ടർ വേണം അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വെള്ളം കുടി അല്ലെ. അപ്പം വെള്ളം വേണം, ഫൈബേഴ്സ് വേണം. നമ്മുടെ ഫുഡൊക്കെ നന്നായിട്ട് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈബേഴ്സ് വേണം. അപ്പൊ ഇത്രയും സാധനങ്ങള് നമ്മള് എല്ലാ ആൾക്കാർക്കും എന്ത് വേണം? അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് കഴിക്കേണ്ടത്. ആൻഡ് എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വേർഡ് ബാലൻസ്ഡ് ഡയറ്റ്? സമീകൃത ആഹാരം എന്നൊക്കെ പറയും അല്ലെ. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് is a diet that provide all the nutrients in the right
പ്രപ്പോർഷൻ. അപ്പൊ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് എമൗണ്ടില് കൊടുക്കുന്ന അങ്ങനത്തെ ഫുഡുകളെയാണ് നമ്മള് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. സാധാരണ നമ്മൾ പണ്ട് മിൽക്കൊക്കെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? A balanced diet is a diet that provide all the nutrients in the right proportion. നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോർഷനിൽ തരുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫുഡിനെയാണ് എന്ത് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, പിന്നെ എന്താണ്, വാട്ടർ ഒക്കെ വേണം എന്ന് പറഞ്ഞു. ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫുഡ് കറക്റ്റ് പ്രപ്പോർഷനിൽ കിട്ടുന്ന ന്യൂട്രിയൻസിന് അങ്ങനത്തെ ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ആൻഡ് യു നോ വാട്ട് ഇസ് എ ഫുഡ് പ്ലേറ്റ്? ഫുഡ് പ്ലേറ്റ് എന്താണെന്നറിയോ? ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിക്കേണ്ട ഫുഡ് അല്ലെ, നമ്മൾ കഴിക്കേണ്ട ഫുഡ് അതിന് എടുക്കേണ്ട മെഷേഴ്സ്, നമ്മൾ എത്ര ഭാഗം കാർബോഹൈഡ്രേറ്റ് എടുക്കണം. ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് കഴിക്കണം, പ്രോട്ടീൻ കഴിക്കണം, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പം ഇതിന്റെ ഓരോന്നിന്റെയും പ്രപ്പോർഷൻ നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റിൽ നമ്മൾ എത്രത്തോളം എന്തിടണം? കണ്ടൻസ് ഇടണം, എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ഇടണം, എത്രത്തോളം പ്രോട്ടീൻസ് ഇടണം, എത്രത്തോളം ഫാറ്റ് ഇടണം, ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. ആ ഒരു കൺസെപ്റ്റ് ആണ് ഫുഡ് പ്ലേറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദോസ് ഇൻ ദ ഗ്രോയിങ് ഏജ് ടു ഈറ്റ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ. ഗ്രോയിങ് സ്റ്റേജിലായിട്ടുള്ള ആൾക്കാരല്ലേ, എന്റെ മക്കളൊക്കെ ഇപ്പൊ എന്താണ് ഗ്രോയിങ് സ്റ്റേജിലാണല്ലേ, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്. ആ ഏജിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കണം അല്ലെ, കറക്റ്റ് ടൈമില് കറക്റ്റ് എമൗണ്ടില് എന്ത് കഴിക്കണം? ഫുഡ് കഴിക്കണം, ബാലൻസ്ഡ് ആയിട്ട് കഴിക്കണം അല്ലെ, റൈറ്റ് കോമ്പസിഷനിലുള്ള ന്യൂട്രിയൻസ് അല്ലെ, റൈറ്റ് പ്രപ്പോർഷനിലുള്ള ന്യൂട്രിയൻസ് വേണം മക്കൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ദ ഫുഡ് ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, cereals, milk and milk products, pulses, meat, etc. should be included in the diet. അപ്പൊ നമ്മള് കഴിക്കുന്ന മിൽക്ക് ഐറ്റംസ് അല്ലെ, മിൽക്ക് പ്രോഡക്ട്സ്, cereals, റൈസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ഡെയിലി ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. Fruits and vegetables contain plenty of vitamins, minerals, other nutrients and fibers. അപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും നമുക്ക് വേണ്ട ന്യൂട്രിയൻസിന്റെ ഒരു കലവറ തന്നെയാണ് എന്ത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പൊ നിങ്ങൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് നമ്മളെ കീടനാശിനികളൊക്കെ അടിച്ചിട്ടുള്ള ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് കഴിക്കാനല്ല നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? വീട്ടിൽ പ്ലാന്റ് ചെയ്തിട്ട് അല്ലെ, നിങ്ങളുടേതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യണം? അധികം വിഷമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ എന്ത് ചെയ്യണം? നിങ്ങൾ പ്ലാന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കുറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾ നന്നായിട്ട് കഴിക്കുക അല്ലെ. അപ്പൊ മാമ്പഴത്തിന്റെ സീസൺ ആകുന്ന സമയത്ത് കുറെ മാമ്പഴമൊക്കെ കഴിക്കുക അല്ലെ. കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കുറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും അല്ലെ. ആൻഡ് അതിന് ഒരു ഫുഡ് പ്ലേറ്റ് പറയുന്നത് നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങൾ എത്ര പ്രപ്പോർഷനിലാണ് കഴിക്കേണ്ടത് എന്നാ പറയുന്നത്. Fruits and vegetables contain plenty of vitamins, minerals, other nutrients and fibers. Concept of food plate is helpful for healthy life. അപ്പൊ നമുക്ക് ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം മക്കളെ? ഒരു ഫുഡ് പ്ലേറ്റ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഫുഡ് പ്ലേറ്റിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളതെന്ന്? ഒരു ഫുഡ് പ്ലേറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹാഫ് എ പ്ലേറ്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പൊ നമ്മള് ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാല് ഇതിന്റെ ഹാഫ് പോർഷൻ കണ്ടോ നിങ്ങള്? ഇതൊരു 1/4 ഇതും 1/4 ഇതും ഉണ്ട് അല്ലെ. അപ്പം ഹാഫ് ഓഫ് ദ പോർഷൻ എന്താ ഉള്ളത്? ഫ്രൂട്ട്സും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട്. അപ്പൊ നമ്മള് ഹാഫ് പോർഷൻ എന്താക്കുക? ഒരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റിന്റെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് നമ്മള് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിട്ട് കഴിക്കുക. ഇനി എ ക്വാർട്ടർ ഓഫ് cereals. ഒരു ക്വാർട്ടർ എന്ത് ചെയ്യുക? cerealsന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. എ ക്വാർട്ടർ ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ് അല്ലെ, ഒരു ക്വാർട്ടർ എന്ത് ചെയ്യുക? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അല്ലെ, മീറ്റ് ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനം ഒരു ക്വാർട്ടർ കഴിക്കുക. അപ്പം ഒരു ക്വാർട്ടർ cerealsന് കൊടുക്കുക, ഒരു ക്വാർട്ടർ പ്രോട്ടീൻ റിച്ച്. എന്നിട്ട് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ഓർ ഡയറി പ്രോഡക്റ്റ്, ഒരു ഗ്ലാസ് മിൽക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിൽക്ക് പ്രോഡക്റ്റോ ഉപയോഗിക്കാം. അപ്പം ഇതിനെയാണ് നമ്മള് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുക. അപ്പൊ ഫുഡ് പ്ലേറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് മക്കളെ? ഫുഡ് പ്ലേറ്റില്
ഹാഫ് പോർഷൻ എന്ത് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യണം? ഫ്രൂട്ട്സും വെജിറ്റബിളും വെച്ചിട്ട് നമ്മൾ ആ ഫുഡ് പ്ലേറ്റിന്റെ ഹാഫ് പോർഷൻ നിങ്ങൾ കാണുന്നില്ലേ, ഹാഫ് പോർഷൻ എന്ത് ചെയ്യുക? ഫ്രൂട്ടും വെജിറ്റബിളും വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ക്വാർട്ടർ പോർഷൻ എന്ത് ചെയ്യുക? സെറീൽസിന് വേണ്ടി കൊടുക്കുക. ക്വാർട്ടർ പോർഷൻ എന്ത് ചെയ്യുക? പ്രോട്ടീൻസിന് വേണ്ടി കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് മിൽക്കോ അല്ലെങ്കിൽ മിൽക്കിന്റെ എന്തെങ്കിലും പ്രോഡക്റ്റോ ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് പ്ലേറ്റ് അല്ലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ഫുഡ് പ്ലേറ്റിലെ ഫുഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഫുഡ് പ്ലേറ്റ്. There is an increase in consumption of junk food among children today. അല്ലെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലേ ജങ്ക് ഫുഡ്? നിങ്ങൾ എന്തൊക്കെ ജങ്ക് ഫുഡ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും അല്ലെ. വെറുതെ പോകുമ്പോൾ നിങ്ങൾ കുറച്ച് ലേസ് വാങ്ങി കഴിക്കുക, കുറച്ച് ബിങ്കോ വാങ്ങി കഴിക്കുക അല്ലെ. ഇങ്ങനെ നിങ്ങൾക്ക് ജങ്ക് ഫുഡ് കുറെ ചോക്ലേറ്റ്സ് ഒക്കെ കണ്ടമാനം കഴിക്കുക അല്ലെ. അപ്പൊ ഫാസ്റ്റ് ഫുഡ് അഡിക്ഷൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പം ഇങ്ങനത്തെ ഒരു ഇൻക്രീസ് ആണ് ഇപ്പൊ കുട്ടികൾക്ക് കാണുന്നത്. Such food items are high in calories and low in nutritional value. അത് ഭയങ്കര കലോറി തരും അല്ലെ. അതിന് എനർജി ലെവലൊക്കെ കൂടുതലാ, പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ന്യൂട്രീഷൻസ് ഉണ്ടോ? മക്കൾക്ക് വേണ്ട എന്തെങ്കിലും ന്യൂട്രിയൻസ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. ചുമ്മാ ടൈം പാസിന് ഇങ്ങനെ കഴിക്കുകയും ചെയ്യുക. ചിലതൊക്കെ എന്ത് ചെയ്യും? അഡിക്ഷനും ഉണ്ടാക്കും കേട്ടോ. ചില സാധനങ്ങളൊക്കെ ആ ഫുഡ് നിങ്ങൾക്ക് ക്രേവിങ് കൂടുതലായിരിക്കും അതിനോട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ദിസ് ലീഡ്സ് ടു malnutrition and other health problems. അപ്പം ഇങ്ങനത്തെ ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കിട്ടില്ല, പക്ഷെ ഹൈ കാലറി ഫുഡ് ആയിരിക്കും. കാലറി കൂടുതലാണെന്നേ ഉള്ളൂ, നമുക്ക് ന്യൂട്രിയൻസ് ഒന്നും കിട്ടില്ല. ആ സമയത്ത് എന്താ സംഭവിക്കുക? മാൽന്യൂട്രീഷൻ സംഭവിക്കും. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രിയൻസ് ആവശ്യത്തിന് ഇല്ലാത്ത ഒരവസ്ഥയാണല്ലേ മാൽന്യൂട്രീഷൻ. അപ്പൊ മാൽന്യൂട്രീഷനും സംഭവിക്കും. മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ മാൽനറിഷ്മെന്റ് കാരണം കുറെ രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇഷ്ടപ്പെട്ട വേണ്ട വൈറ്റമിൻസും വേണ്ട ഫുഡ് ഐറ്റംസ് ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രീഷന്റെ കുറെ ഉണ്ട് അല്ലെ. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഉണ്ട്. ഇപ്പൊ വൈറ്റമിൻസ് ആണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്കർബി, ബെറിബെറി അങ്ങനത്തെ ഡിസീസസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇങ്ങനെ കുറെ ഡിസീസസ് അല്ലെ. വൈറ്റമിൻ എ, ബി, സിന്റെ ഒക്കെ അതുകൊണ്ടാണ് വരുന്നത്. അപ്പം കുറെ ഡിസീസസും വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? സോ മാൽന്യൂട്രീഷൻ കാരണം എന്ത് വരുന്നുണ്ട്? കുറെ ഡിസീസസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മോർ കോമൺ എമംഗ് ചിൽഡ്രൻ. മക്കൾ എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്നുള്ളത് ഒരു കോമൺ ആണ് അല്ലെ. രാവിലെ എന്താ ചെയ്യും? എണീക്കാൻ ലേറ്റ് ആവും. എണീക്കാൻ ലേറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഫുഡാണ് അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മള് രാത്രി ഫുള്ള് ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സാധനമാണ് എന്താ? ബ്രേക്ക്ഫാസ്റ്റ് മക്കൾ ഒരു കാരണവശാൽ എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ദിസ് കോസസ് മെനി പ്രോബ്ലംസ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫാറ്റീഗ് കിട്ടും, ഗ്രോസിനെസ് കിട്ടും, ലാക്ക് ഓഫ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ് ആൻഡ് ലോസ് ഓഫ് മെമ്മറി. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രോസിനെസ് വരും അല്ലെ. ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, ഭയങ്കര വിശപ്പായിരിക്കും അല്ലെ. ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ വിശപ്പായിരിക്കും. അപ്പൊ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് അറ്റൻഷൻ കിട്ടില്ല അല്ലെ. പഠിക്കാൻ വേണ്ടി അറ്റൻഷൻ കിട്ടില്ല. ഇനി പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ സെല്ലിനൊക്കെ എനർജി കിട്ടണ്ടേ. എനർജി ബ്രെയിൻ സെല്ലിനൊക്കെ കിട്ടിക്കഴിഞ്ഞാലല്ലേ മെമ്മറി ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മെമ്മറി കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല? പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനും പറ്റില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ചിൽഡ്രൻ നീഡ് ടു ഗെറ്റ് യൂസ് ടു പ്രോപ്പർ ഡയറ്ററി ഹാബിറ്റ്സ്. അപ്പം മക്കള് നല്ല ഒരു ഡയറ്ററി ഹാബിറ്റ് അല്ലെ, നന്നായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഫുഡ് പ്ലേറ്റ് പ്രകാരമൊക്കെ ഫുഡ് എടുത്തിട്ട് കഴിക്കാനും അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കാനുള്ളൊരു ഹാബിറ്റ് നമ്മൾ വളർത്തിയെടുക്കണം. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് ന്യൂട്രീഷൻ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള വേർഡാണ് അല്ലെ ന്യൂട്രീഷൻ എന്താ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is the process by which organism obtain and utilize food for nutrients from the external environment. അപ്പം ഓർഗാനിസത്തിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും അവർക്ക് വേണ്ട ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ന്യൂട്രിയൻസിനെ എടുക്കണം. നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്? ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫുഡ് കഴിക്കുക അല്ലെ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ചെയ്യും ആൻഡ് യൂട്ടിലൈസ്
food for nutrients from the external environment. അപ്പം എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഒരു ഓർഗാനിസം അവർക്ക് വേണ്ട ഫുഡ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. And the process of nutrition becomes more complex as we move from simple to കോംപ്ലക്സ് സ്ട്രക്ചേർഡ് ഓർഗാനിസംസ്. അപ്പം ഈ ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി, നമുക്ക് എന്താണ് വലിയൊരു മൗത്ത് ഉണ്ട് അല്ലെ, മൗത്ത് ഒക്കെ ഉണ്ട്, ഫുഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ ഓർഗൻസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയ ഓർഗാനിസംസ് ഇല്ലേടാ, മൈക്രോ ഓർഗാനിസംസ് അല്ലെ, നമുക്ക് കുറെ സെല്ലുകൾ, നമ്മളൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അല്ലെ, നമുക്ക് ഒരുപാട് സെല്ലുണ്ട്, സെൽസ് ഒക്കെ ചേർന്നിട്ട് ഓർഗൻസ് ഫോം ചെയ്യുന്നുണ്ട്, കുറെ ഓർഗൻസ് ഒക്കെ അതായിട്ട് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ഓർഗൻ സിസ്റ്റം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഓർഗാനിസം ആയിട്ട് മാറിയിട്ടുള്ളത്. ഇനി സെല്ല് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് അത്ര ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സിസ്റ്റം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവര് എങ്ങനെയായിരിക്കും ന്യൂട്രിയൻസ് എടുക്കുന്നുണ്ടാവുക? സോ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിന്റെ ഒരു സ്ട്രക്ചർ ആണല്ലേ, നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറിലേക്ക് എത്തുന്ന സമയത്ത് ന്യൂട്രീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. And the nutritional process of amoeba, a unicellular organism, and Hydra, a multicellular organism, are given below. അപ്പൊ നമ്മള് യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള അമീബ, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട് അല്ലെ, അമീബേന യൂണിസെല്ലുലാർ, അമീബയുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ന്യൂട്രിയൻസ് എത്തുന്നതെന്ന് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട്. സോ സെയിം അമീബയാണ് എങ്ങനെയാണ് ന്യൂട്രിയൻസിനെ എടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിന്റെ ന്യൂട്രീഷന്റെ മെത്തേഡും കൂടി നോക്കാനുണ്ട്. അപ്പം അമീബ നിങ്ങൾ കാണുന്നില്ലേ, അമീബേനെ, ഇത് അമീബയാണ്. സോ ഇത് അമീബയാണ്. അമീബ, നിങ്ങൾ അമീബയെ കാണുന്നുണ്ട് അല്ലെ, നിങ്ങൾ അമീബയെ കാണുന്നുണ്ട്. അമീബ എന്തിനാ കാണുന്നത്? അമീബേന്റെ ഫുഡിനെ കാണുന്നത് കേട്ടോ. അമീബേന്റെ ഫുഡിനെ കാണുന്നത് അല്ലെ. അമീബേന്റെ ഫുഡിനെ കാണുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അമീബ വേഗം ഫുഡിന്റെ അടുത്തേക്ക് പോകും അല്ലെ. അമീബ നിയർ ദി ഫുഡ്. അമീബ എവിടെയുള്ളത്? ഇപ്പം ഫുഡിന്റെ അടുത്താണ് ഉള്ളത്. അമീബ നിയർ ദി ഫുഡ്. അപ്പം എന്നിട്ട് അമീബ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എൻഗൾഫ്സ് ദ ഫുഡ് ഇൻ ടു ദി സെൽ യൂസിങ് സ്യൂഡോപോഡിയ. എന്താ ഉള്ളത് അമീബയ്ക്ക്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് സ്യൂഡോപോഡിയ. അമീബയ്ക്ക് എന്തുണ്ട്? സ്യൂഡോപോഡിയ, അല്ലെങ്കിൽ മലയാളത്തിൽ കപടപാദം എന്നൊക്കെ പറയും. കപടപാദം. സ്യൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്യൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് അല്ലെ, ഫോൾസ് ആയിട്ടുള്ള ഒരു പൊടിയ. ഫോൾസ്, അവർക്ക് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനൽ ആയിട്ട് അവർക്ക് എന്തില്ല, ഫ്രൂട്ടൊന്നും ഇല്ല അല്ലെ, കൈയും കാലൊന്നും ഇല്ലാത്ത ആൾക്കാരാ. പക്ഷെ ഫുഡ് കാണുമ്പം ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സാധനം എങ്ങനെ എന്ത് ചെയ്യും? ഈ ഫുഡിനെ വന്നിട്ട് അങ്ങനെ എൻഗൾഫ് ചെയ്യും. കണ്ടോ? അമീബേന്റെ എന്ത് ചെയ്യും? ഫോൾസ് ആയിട്ടുള്ളത് വെച്ചിട്ട് ഫുഡിനെ അങ്ങ് ഹോൾഡ് ചെയ്യും അല്ലെ. കണ്ടോ? എൻഗൾഫ്സ് ദ ഫുഡ് ഇൻ ടു ദി സെൽ യൂസിങ് ദ സ്യൂഡോപോഡിയ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു. ഇതെന്ത് ചെയ്ത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ കൈയും കാലും ഇങ്ങനെ നീട്ടി വന്നിട്ട് അതിനെ ഉള്ളിലേക്ക് ആക്കും. ഓക്കെ, എൻഗൾഫ്സ് ദി ഫുഡ് അല്ലെ, യൂസിങ് എന്ത് വെച്ചിട്ട്? സ്യൂഡോപോഡിയ. അപ്പൊ അമീബ ഫസ്റ്റ് ഫുഡിന്റെ അടുത്തായിരുന്നു ഉള്ളത്. എന്നിട്ട് അമീബ എന്ത് ചെയ്തു? അതിന്റെ സ്യൂഡോപോഡിയ ഇങ്ങനെ നീട്ടിയിട്ട് എന്ത് ചെയ്തു? എൻഗൾഫ് ചെയ്തു. ഫുഡ് ഇവിടെ ഉള്ളിലായി അല്ലെ. ഈ കൈ ഇങ്ങനെ നീട്ടിയ സമയത്ത് എന്ത് സംഭവിച്ചു? ഒറ്റ സെല്ലല്ലേ ഉള്ളൂ, ഒരു സെല്ലും ഒരു ന്യൂക്ലിയസ് മാത്രമല്ലേ ഉള്ളൂ അല്ലെ. അപ്പൊ അതാണ് അമീബ. എന്നിട്ട് ഇതെന്ത് ചെയ്തു? ഇതിന്റെ കൈ ഇങ്ങനെ നീട്ടിയിട്ട്, സ്യൂഡോപോഡിയ ഇങ്ങനെ നീട്ടിയിട്ട് എന്ത് ചെയ്തു? ഫുഡിനെ അതിന്റെ ഉള്ളിലേക്ക് ആക്കി. എൻഗൾഫ്സ് ദി ഫുഡ് അല്ലെ. അപ്പം എൻഗൾഫ്സ് ദി ഫുഡ് ഇൻ ടു ദി സെൽ യൂസിങ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ വെച്ചിട്ട് ഫുഡിനെ അതിന്റെ ഉള്ളിലേക്ക് ആക്കി. ഫുഡ് ഇൻ ദി ഫുഡ് വാക്യൂൾ. എന്നിട്ട് എന്തായി? ഫുഡ് പോയിട്ട് ഇതിനൊരു ഫുഡ് വാക്യൂൾ ഉണ്ട് കേട്ടോ. അമീബന്റെ ഉള്ളിൽ ഒരു ഫുഡ് വാക്യൂൾ ഉണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ഈ ഫുഡ് കൈകൊണ്ട് ഇങ്ങനെ എൻഗൾഫ് ചെയ്തിട്ട്, സ്യൂഡോപോഡിയ വെച്ച് എൻഗൾഫ് ചെയ്തിട്ട് നേരെ വിടുന്നത് ഇതിന്റെ ഫുഡ് വാക്യൂളിന്റെ ഉള്ളിലായി ഈ ഫുഡ്. നിങ്ങൾ കാണുന്നില്ലേ? ഇതിന്റെ ഉള്ളില് ഫുഡ് വാക്യൂളിന്റെ ഉള്ളിലായി ഫുഡ്. എന്നിട്ട് ഫുഡ് ഇൻ ദി ഫുഡ് വാക്യൂൾ. അത് കഴിഞ്ഞിട്ട് എൻസൈംസ് ഡൈജസ്റ്റ് ദി ഫുഡ്, that is intracellular digestion. എന്താ അമീബന്റെ ഡൈജഷൻ? ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ. അപ്പം ഈ ഫുഡ് വാക്യൂളിന്റെ ഉള്ളില്
ഫുഡ് വാക്യൂളിന്റെ ഉള്ളിൽ ആരുണ്ട് മക്കളെ? കുറെ എൻസൈംസ് ഉണ്ട്. ഫുഡ് വാക്യൂളിന്റെ ഉള്ളില് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ എൻസൈംസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഫുഡും നമ്മുടെ ഡൈജഷനും സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ എൻസൈംസ് യൂസ് ചെയ്യുന്നേ. അതുപോലെ അമീബേന്റെ ബോഡിയിൽ നമുക്ക് കുറെ എൻസൈംസ് ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറെ എൻസൈംസിന്റെ പേരൊക്കെ. സലൈവറി അമൈലേസ്, ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് എൻസൈംസിന്റെ പേരൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പം സലൈവറി അമൈലേസ് ഉണ്ടായിരുന്നു, പെപ്സിൻ ഉണ്ടായിരുന്നു അല്ലെ, ഗ്യാസ്ട്രിക് ജ്യൂസിലെ പെപ്സിൻ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഇതുപോലെ ഈ അമീബയുടെ ഫുഡ് വാക്യൂളിന്റെ അകത്തും എന്തുണ്ട്? എൻസൈംസ് റിലീസ് ചെയ്യും. ഈ എൻസൈംസ് എന്തിനു വേണ്ടിയിട്ടാ റിലീസ് ചെയ്യുന്നത്? എൻസൈംസ് ഡൈജസ്റ്റ് ഫുഡ് അല്ലെ, ആ ഒരു ഫുഡിന് എന്ത് ചെയ്യും? എൻസൈം എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. എൻസൈംസ് ഡൈജസ്റ്റ് ദ ഫുഡ് ദാറ്റ് ഈസ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. സെല്ലിന്റെ ഉള്ളില്, അതാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്. അപ്പം എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ പുറത്തുള്ള ഡൈജഷൻ എന്നർത്ഥം. ഓക്കെ, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെല്ലിന്റെ പുറത്ത് നടക്കുന്ന ഡൈജഷൻ. ഇത് സെല്ലിന്റെ ഉള്ളിലാണോ പുറത്താണോ ഡൈജഷൻ നടക്കുന്നത്? ഇതാണ് സെല്ല്, ഇതാണ് അമീബയുടെ സെല്ല്. ആൻഡ് അപ്പം സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ ഡൈജഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇൻട്രാ cellular digestion. Intra means inside. Okay, intra means inside the cell. Intracellular means inside the cell. So the digestion is taking place inside the cell of amoeba. Amoeba സെല്ലിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്? ഡൈജഷൻ നടക്കുന്നത്. And the enzymes digest the food, that is intracellular digestion. And എന്നിട്ട് എന്ത് സംഭവിക്കും? Remnants are expelled through the cell surface. എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ സെല്ലിന്റെ കുറെ നമുക്കാണെങ്കിലും ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ അമീബേന്റെ ഫുഡിന്റെ ഡൈജഷൻ നടന്നു കഴിഞ്ഞപ്പോഴും എന്ത് ഫോം ചെയ്തു മക്കളെ? വേസ്റ്റ് ഫോം ചെയ്തു. ആ വേസ്റ്റിനൊക്കെ എന്ത് ചെയ്തു? അമീബേന്റെ സെല്ല് സർഫസ് എന്ത് ചെയ്തു? സെൽ സർഫസ് എന്ത് ചെയ്തു? ഈ ഡൈജഷനൊക്കെ ഈ വേസ്റ്റ് മുഴുവൻ എന്ത് ചെയ്തു? റിലീസ് ചെയ്തു അല്ലെ. remnants are expelled through the cell surface. സെൽ സർഫസ് വഴി അമീബേന്റെ ഈ റെമനൻസ് മുഴുവൻ എന്തായി? പുറത്തേക്ക് കളഞ്ഞു. അപ്പൊ ഫുഡ് കഴിച്ചു, എക്സ്ക്രീഷൻ നടന്നു അല്ലെ. എന്താ പറഞ്ഞ? എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്തു? റിമൂവ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇതാണ് അമീബയുടെ ബോഡിയിൽ നടക്കുന്ന മെക്കാനിസം. അപ്പൊ എന്തൊക്കെയാന്ന് മക്കളൊന്ന് ഓർത്തു നോക്കിയേ. എങ്ങനെയാണ് അമീബയുടെ ഫുഡ് എടുത്തിട്ട് അമീബയ്ക്ക് ഡൈജഷൻ നടക്കുന്നത്? ഫസ്റ്റ് അമീബ ഫുഡിന്റെ അടുത്ത് പോയി നിൽക്കും അല്ലെ. എന്തൊക്കെ കാര്യങ്ങളോ ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ. അമീബ നിയർ ദി ഫുഡ് അല്ലെ. അമീബ ഫുഡിന്റെ അടുത്ത് പോയി നിൽക്കും. അമീബ നിയർ ദി ഫുഡ് അല്ലെ. അമീബ ഫുഡിന്റെ അടുത്ത് പോയി നിൽക്കും. എന്നിട്ട് എൻഗൾഫ് ദി ഫുഡ് ഇൻ ടു ദി സെൽ യൂസിങ് സ്യൂഡോപൊഡിയ. എന്നിട്ട് സ്യൂഡോപൊഡിയ, അത് ഇമ്പോർട്ടന്റ് ആണ്. അമീബ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ അമീബ എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട വേർഡ് ഏതാണ്? സ്യൂഡോപൊഡിയ. ഏതാ? സ്യൂഡോപൊഡിയ. എന്നിട്ട് അമീബ ഫുഡിനെ കാണുന്നു. അമീബ സ്യൂഡോപൊഡിയ അല്ലെ. സ്യൂഡോപൊഡിയ വെച്ചിട്ട് ഫുഡിനെ എൻഗൾഫ് ചെയ്യും അല്ലെ. എന്നിട്ട് ഫുഡ് എങ്ങോട്ടേക്ക് പോകും? ഫുഡ് ഇൻ ദി ഫുഡ് വാക്യൂൾ. ഫുഡിന് ഒരു ഫുഡ് വാക്യൂൾ ഉണ്ട്, അമീബയ്ക്ക് ഒരു ഫുഡ് വാക്യൂൾ ഉണ്ട്. ആ ഫുഡ് വാക്യൂളില് ഫുഡ് പോയിട്ട് നിൽക്കും. എന്നിട്ട് എന്ത് നടക്കും? ആ ഫുഡ് വാക്യൂളിൽ നിന്ന് കുറെ എൻസൈംസ് ഒക്കെ റിലീസ് ചെയ്യും അല്ലെ. എൻസൈംസ്, അമീബേന്റെ എൻസൈംസ് ഉണ്ടാവും. ആ എൻസൈംസ് ഫുഡിനെ എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. ആ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും? remnants are expelled through the cell surface. അതിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യും? സെൽ സർഫസ് വഴി എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. ഇത്രയാണ് ഡൈജഷൻ. അമീബയുടെ ഡൈജഷൻ എന്ത് ടൈപ്പ് ഓഫ് ഡൈജഷൻ ആണ്? ഇൻട്രാ സെല്ലുലാർ ആണോ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണോ? സിമ്പിൾ ആയിട്ട് ഓർക്കാൻ പറ്റും അല്ലെ. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. സെല്ല് ഇതാണ്. സെല്ലിന്റെ ഉള്ളിലേക്ക് സ്യൂഡോപൊഡിയ വെച്ചിട്ട് അമീബ ഫുഡിനെ എടുത്തിട്ട് സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അമീബയിലുള്ള ഡൈജഷൻ എന്ന് പറയുന്നത് ഇസ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. ക്ലിയർ അല്ലേ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ക്ലിയർ. ഇനി അപ്പൊ നമ്മള് അമീബയുടെ മെക്കാനിസം കണ്ടു. ഇനി നമ്മള് ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഓർഗാനിസം. ഹൈഡ്ര കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹൈഡ്ര. അപ്പം ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഉണ്ട്.
ഈ ഹൈഡ്ര എന്ന് പറയുന്ന ഓർഗാനിസം എങ്ങനെയാ അറിയോ കാണാനുണ്ടാവുക? ഹൈഡ്ര, ഇതാണ് ഹൈഡ്ര. ഓക്കെ, ഹൈഡ്രേന്റെ ഒരു പിക്ചർ ആണ് ഇത്. അപ്പം ഹൈഡ്രയ്ക്ക് കുറെ സാധനങ്ങൾ കണ്ടോ മക്കളെ നിങ്ങള്? ഇതിനെ പറയാ ഹൈഡ്രയുടെ എന്താണെന്നറിയോ പറയാ? ടെന്റക്കിൾസ്. ടെന്റക്കിൾസ് ഓഫ് ഹൈഡ്ര. ഹൈഡ്രയ്ക്ക് കുറെ എന്തുണ്ട് മക്കളെ? ടെന്റക്കിൾസ് ഉണ്ട്. അമീബയ്ക്ക് എന്തായിരുന്നു ഉള്ളത്? സ്യൂഡോപൊഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? അമീബയ്ക്ക് സ്യൂഡോപൊഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഹൈഡ്രയ്ക്ക് ഉള്ളത് എന്താ? ഹൈഡ്രയ്ക്ക് ടെന്റക്കിൾസ് ആണ് ഉള്ളത്. അപ്പം ഹൈഡ്രയ്ക്ക് ടെന്റക്കിൾസ് ഉണ്ട്. അപ്പൊ എന്താ ഹൈഡ്ര ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹൈഡ്ര പാരലൈസസ് ദ സ്പ്രേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെന്റക്കിൾസ് and carries it inside the mouth and then into the body cavity. അപ്പം ഹൈഡ്രയ്ക്ക് ടെന്റക്കിൾസ് ഉണ്ട്. ഈ ടെന്റക്കിൾസ് വെച്ചിട്ട് ഹൈഡ്രേന്റെ പ്രേ ഉണ്ടാവില്ലേ മക്കളെ? ഹൈഡ്രേന്റെ ഫുഡ് ഉണ്ടാവില്ലേ? ആ ഫുഡിനെ എന്ത് ചെയ്യും? പാരലൈസ് ചെയ്യും. പാരലൈസ് ചെയ്തിട്ട് ഈ ടെന്റക്കിൾ വഴി എന്ത് ചെയ്യും? മൗത്തിലേക്ക് എടുക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെന്റക്കിൾസ് ആൻഡ് ക്യാരീസ് ഇറ്റ് ഇൻസൈഡ് ദി മൗത്ത് അല്ലെ? മൗത്തിന്റെ ഉള്ളിലേക്ക് എടുക്കും. And then into the body cavity. ഹൈഡ്രേന്റെ മൗത്ത് കണ്ടില്ലേ നിങ്ങൾ? അതാ ഈ ഒരു ഓപ്പണിംഗ് ആണ് ഹൈഡ്രേന്റെ മൗത്ത്. അപ്പം ഈ ടെന്റക്കിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യും? പ്രേന പാരലൈസ് ചെയ്തിട്ട് മൗത്തിലേക്ക് ഇടും. മൗത്തിലേക്ക് ഇട്ടിട്ട് നേരെ ഇതിന്റെ ഉള്ളിൽ അല്ലെ ബോഡി ക്യാവിറ്റിയിലേക്ക്, മൗത്ത് നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകും. ഹൈഡ്രേന്റെ ബോഡി ക്യാവിറ്റിയിലേക്ക് പോകും. ഹൈഡ്രേന്റെ ബോഡി ക്യാവിറ്റിയിലേക്ക് പോകും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? Body cavity, by the action of enzymes produced by the cells of inner wall of body cavity. അപ്പം extracellular digestion. ഹൈഡ്രയ്ക്ക് അമീബയ്ക്ക് എന്തായിരുന്നു? ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ. ഹൈഡ്രയ്ക്ക് ഏത് ഡൈജഷൻ ആണ് മക്കളെ? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. എന്താ സംഭവിക്കുന്നത്? ഈ ബോഡി ക്യാവിറ്റിയില് ബൈ ദി ആക്ഷൻ ഓഫ് എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇന്നർ സെൽസ് ഓഫ് ഇന്നർ വോൾ. നിങ്ങള് ഈ ഹൈഡ്രേനെ നോക്കുമ്പം ഹൈഡ്ര എന്ന് പറയുന്നത് ഇതിന്റെ ബോഡി ക്യാവിറ്റി അല്ലേ? ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട് മക്കളെ? കുറെ സെൽസ് ഉണ്ട്. ഞാൻ കുറച്ച് സെൽസ് മാത്രം കാണിക്കാം. കുറെ സെൽസ് അല്ലെ? സെൽസ് ഉണ്ട്. ഈ സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻസൈംസ് ഈ ബോഡി ക്യാവിറ്റിയിലേക്ക് റിലീസ് ചെയ്യും. അപ്പം ഇന്നർ ലൈനിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് ബോഡി ക്യാവിറ്റിയിലേക്ക് റിലീസ് ചെയ്യും. ഇവിടെയല്ലേ ഫുഡ് ഉള്ളത്? മൗത്ത് വഴി ഫുഡ് ഇവിടെ എത്തിയിട്ടില്ലേ? അപ്പൊ ഈ എൻസൈംസ് ഈ ഫുഡിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? നന്നായിട്ട് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്തു ആര്? എൻസൈംസ്. അപ്പം ഹൈഡ്രേന്റെ സെൽസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത് ഇതൊരു ക്യാവിറ്റി മാത്രം അല്ലെ? ഉള്ളിലുള്ള ഒരു ക്യാവിറ്റി മാത്രം. സെൽസ് ഇങ്ങനെയാ സെൽസ് പോകുന്നത്. പക്ഷെ നടുവിലുള്ള ക്യാവിറ്റിയിലേക്ക് എൻസൈംസ് റിലീസ് ചെയ്യുക ചെയ്തത്. അതുകൊണ്ട് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണോ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണോ ഹൈഡ്രയ്ക്ക് ഉള്ളത്? ഏത് ഡൈജഷനാ? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ അല്ലെ? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പം ഹൈഡ്രയ്ക്ക് ഉള്ളത് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. സെല്ലിന്റെ പുറത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഡൈജഷൻ നടക്കുന്നത്. ആൻഡ് enzymes in the food vacuole completely digest the partially digested components that enter the cell. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും? ഈ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യും? സെല്ലിലേക്ക് എടുക്കുന്ന സമയത്ത് അല്ലെ? ന്യൂട്രിയൻസിനെ ഒക്കെ സെല്ലിലേക്ക് എടുക്കണ്ടേ? സെല്ലിലേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് പാർഷ്യൽ ഡൈജഷൻ നടന്ന സാധനം കംപ്ലീറ്റ് ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, പാർഷ്യൽ ഡൈജഷൻ നടന്ന സാധനം കംപ്ലീറ്റ് ആയിട്ട് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് ഡൈജഷൻ നടക്കും. എൻസൈംസ് ഇൻ ദി ഫുഡ് വാക്യൂൾ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ദി പാർഷ്യലി ഡൈജസ്റ്റഡ് കോമ്പണൻസ്. അപ്പം ഫുഡ് വാക്യൂളിലേക്ക് പോകും. ഫുഡ് വാക്യൂളിൽ എന്തുണ്ട്? കുറെ എൻസൈംസ് എന്ത് ചെയ്യും? ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യും. അപ്പം അത് സെല്ലിന്റെ ഉള്ളല്ലേ? ഉള്ളിലുള്ള ഡൈജഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പൊ സെല്ലിന്റെ ഉള്ളിലുള്ള ഡൈജഷൻ ആണെങ്കിൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ, സെല്ലിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പൊ ഫസ്റ്റ് ഇവിടെ ഏത് സെല്ലുലാർ ഡൈജഷൻ നടന്നത്? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടന്നു.
അതിനുശേഷം നടക്കുന്ന ഡൈജഷൻ ആണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. remnants are expelled through the mouth. എന്നിട്ട് ഹൈഡ്രയുടെ remnants വീണ്ടും മൗത്ത് വഴി എക്സ്പെൽ ആയി. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് അല്ലെ. നിങ്ങൾ നോക്കൂ, ഹൈഡ്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഹ്യൂമൻസിന്റെ കേസും ഹൈഡ്രന്റെ കേസും എന്തൊരു കഷ്ടം അല്ലെ. ഹൈഡ്ര മൗത്ത് വഴിയാണ് എന്തെടുക്കുന്നത്, ഹൈഡ്രന്റെ ഫുഡ് ഒക്കെ എടുക്കുന്നത് അല്ലെ. മൗത്ത് വഴി ഹൈഡ്ര ഫുഡ് ടെന്റക്കിൾ വെച്ചിട്ട് പാരലൈസ് ചെയ്തിട്ട് മൗത്ത് വഴി ഹൈഡ്രന്റെ ഫുഡിനെ ക്യാവിറ്റിയിലേക്ക് ഇട്ടിട്ട് വേസ്റ്റ് ഏത് വഴിയാ റിമൂവ് ചെയ്യുന്നത്, ഹൈഡ്രയുടെ വേസ്റ്റ് ഏത് വഴിയാ പോകുന്നത്, മൗത്ത് വഴി അല്ലെ. അപ്പൊ മൗത്ത് വഴി ഫുഡിനെ എടുത്തിട്ട് മൗത്ത് വഴി തന്നെ എന്ത് ചെയ്യാണ്, ഹൈഡ്ര വേസ്റ്റ് റിമൂവ് ചെയ്യാണ് അല്ലെ. എന്നിട്ടോ ഹൈഡ്രയ്ക്ക് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് വാക്യൂളിൽ എത്തുന്ന സമയത്ത് ഏത് ഡൈജഷൻ നടക്കുന്നുണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഹൈഡ്രയില് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കും ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കും. ഈ ഡൈജഷൻ ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം വേസ്റ്റ് ഫോം ചെയ്യും. ഈ വേസ്റ്റ് മുഴുവൻ ഏത് വഴിയാ കളയുന്നത് പുറത്തേക്ക്, നമ്മള് മൗത്ത് വഴി തന്നെയാണ് ഹൈഡ്ര വേസ്റ്റിനെ പുറത്തേക്ക് കളയുന്നത്. സോ നമ്മള് ഹൈഡ്രയുടെയും അമീബയുടെയും എന്ത് പഠിച്ചു, എങ്ങനെയാണ് അവര് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. എന്തായിരുന്നു ഡിഫറൻസ്, അമീബയ്ക്ക് എങ്ങനെയായിരുന്നു ഫുഡിനെ എടുക്കുന്നുണ്ടായിരുന്നത്, സ്യൂഡോപൊഡിയെ വെച്ചിട്ടായിരുന്നു അമീബ ഫുഡ് എടുത്തത് അല്ലെ. എന്നിട്ട് ഫുഡ് വാക്യൂളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, എൻസൈംസ് ഒക്കെ റിലീസ് ചെയ്തിട്ട് എൻസൈംസ് യൂസ് ചെയ്തിട്ട് സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അമീബയില് ഫുഡ് ഡൈജഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമ്മള് അമീബയുടെ ഫുഡ് ഡൈജഷനെ നമ്മള് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞു. ആൻഡ് ഹൈഡ്രയുടെ കേസില് ഹൈഡ്രയ്ക്ക് സ്യൂഡോപൊഡിയ അല്ല ഉള്ളത്, ഹൈഡ്രയ്ക്ക് ടെന്റക്കിൾസ് ആണുള്ളത് അല്ലെ. ഹൈഡ്രയുടെ ടെന്റക്കിൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഫുഡിനെ ഉള്ളിലേക്ക് എടുത്തു. ആൻഡ് ടെന്റക്കിൾസ് യൂസ് ചെയ്തിട്ട് ഫുഡിനെ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചു, ക്യാവിറ്റിയിൽ മൗത്ത് വഴി ബോഡി ക്യാവിറ്റിയിൽ എത്തിയപ്പോൾ ഹൈഡ്രയുടെ ഇന്നർ വാളിലുള്ള സെൽസ് എന്ത് ചെയ്യൂ, എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡൈജസ്റ്റ് ചെയ്തു. ബാക്കി ഫുഡ് വാക്യൂളിൽ എത്തിയിട്ട് കംപ്ലീറ്റ് ഡൈജഷനും ഫുഡ് വാക്യൂളിൽ നടന്നു. അപ്പൊ ഫസ്റ്റ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടന്നു, അതിനുശേഷം ഏത് ഡൈജഷൻ നടന്നു, ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും നടന്നു. ഓക്കെ, അപ്പം അമീബയില് ഒരൊറ്റ ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ, ഹൈഡ്രയില് ഫസ്റ്റ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടന്നിട്ട് ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും നടക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വേസ്റ്റ് മുഴുവൻ ഹൈഡ്രയുടേത് ഇതുവഴി മൗത്ത് വഴി എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. സോ extracellular digestion also takes place in addition to intracellular digestion when it comes from unicellular organism amoeba to simple structured multicellular organism hydra. അപ്പം അമീബ എന്ന് പറയുന്ന ഒറ്റ സെല്ലാണ് അല്ലെ, നമ്മൾ കണ്ടു, ഒറ്റ സെല്ലുള്ള ഒരു ഓർഗാനിസം ആണ് അമീബ എന്ന് പറയുന്നത്. പക്ഷെ ഹൈഡ്രയില് മൾട്ടി സെല്ലുലാർ ആണ് അല്ലെ, കുറെ സെൽസ് ഉണ്ട്. ആ സെൽസ് ഒക്കെ എന്ത് ചെയ്യും, എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനകത്ത് എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്, ഇൻട്രാസെല്ലുലാർ ഡൈജഷനും നടക്കുന്നുണ്ട്. In multicellular organisms, the digestive system and the digestive process have much diversity and complexity in order to meet nutrient requirements. അല്ലെ, അപ്പം നമ്മൾ തന്നെ ആലോചിച്ചാൽ മതിയില്ലേ, നമ്മുടേത് ഹൈഡ്രയെ പോലെ, ഹൈഡ്ര ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്, ഹ്യൂമൻ ബീങ്സ് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ് അല്ലെ, കുറേ സെൽസ് ഉള്ള അല്ലെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. പക്ഷേ ഹൈഡ്രയില് ഫുഡ് വരുന്ന വഴി തന്നെയാണ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ റിമൂവ് ആയി പോവുകയും ചെയ്യുന്നത്. പക്ഷെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ അങ്ങനെയാണോ, ഫുഡ് കഴിക്കുന്ന ട്രാക്കിൽ കൂടെ അല്ലല്ലോ നമുക്ക് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത്, ആ ഒരു പാത്വേ തിരിച്ചു വരിക അല്ലല്ലോ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ്, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അല്ലെ. സോ ഹ്യൂമൻസ് ഇറ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. How does the digestion of these nutrients takes place? അപ്പം നമ്മളുടെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ് ഡൈജസ്റ്റ് ആയി പോകുന്നത്, നിങ്ങൾക്ക് അറിയാവുമായിരിക്കും അല്ലെ, ഫുഡ് എങ്ങനെയാ ഡൈജസ്റ്റ് ആയി പോകുന്നതെന്ന്. അതിനു മുമ്പ് യു നോ വാട്ട് ഈസ് ഡൈജഷൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷന്റെ സമയത്ത് പറഞ്ഞു അല്ലെ, എന്താ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈജഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ്
കോംപ്ലക്സ് ഫുഡ് ഐറ്റംസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോംസ് ആണ് അല്ലെ. കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റത്തിനെ സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബിൾ ഫോമിലേക്ക് മാറ്റുന്നതിനാണ് എന്ത് പറയാ മക്കളെ? ഡൈജഷൻ എന്ന് പറയാം. അപ്പം സിമ്പിൾ അബ്സോർബിൾ ഫോം എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ബിരിയാണി ഒക്കെ എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള, പൊറോട്ട ഒക്കെ എന്താണ്, ഫ്രൂട്ട് കഴിക്കുന്നുണ്ട്, പഴം, ഇതൊക്കെ എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. എന്തുകൊണ്ടാണ് കോംപ്ലക്സ് എന്ന് പറയുന്നതെന്ന് അറിയോ മക്കളെ? നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ അൾട്ടിമേറ്റ് എയിം എന്താ? അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി അല്ലെ. നമുക്ക് വേണ്ട എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കഴിക്കുന്നത്? ഫുഡ് കഴിക്കുന്നത്. ഈ ഫുഡ് എനിക്ക് കൈയിലേക്കും കാലിലേക്കും ഒക്കെ എന്ത് വേണം? സെൽസിനൊക്കെ എന്ത് വേണം? ന്യൂട്രിയൻസ് വേണം അല്ലെ. ഈ കൈയിലേക്കും കാലിലേക്കും ഒക്കെ സെൽസിന് വേണ്ട ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നില്ല? ഞാൻ ഫുഡ് എടുത്തിട്ട് കൈക്ക് വെച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കാലിന് വെച്ചു കൊടുക്കുന്നില്ല അല്ലെ. എന്തുകൊണ്ടാ? എനിക്ക് അറിയാം ന്യൂട്രിയൻസ് പോകുന്നത് കൈക്ക് വെച്ചു കൊടുത്താല് കൈക്ക് ഒരു സെല്ല് വളരെ ചെറുതാ, സെല്ലിന് അത് അബ്സോർബ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. ചോറൊക്കെ വലിയ മോളിക്യൂളാണ് അല്ലെ, വലിയ സാധനമാണ് ചോറ്. അപ്പം അത് അങ്ങനെ പോയി കഴിഞ്ഞാല് അവര് അത് അബ്സോർബ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യണം? മൗത്ത് വഴി ഫുഡ് എടുത്തിട്ട് നമ്മളെ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ത് ചെയ്യണം? അതിനെ നന്നായിട്ട് എന്ത് ചെയ്യണം? ഡൈജഷൻ നടക്കണം. ഡൈജഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾ അല്ലെ, കോംപ്ലക്സ് ആയിട്ടുള്ള ചോറിന് എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ നടക്കണം അല്ലെ. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളിൽ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്യണം. എന്നിട്ട് അബ്സോർബ് ചെയ്യാൻ പാകത്തിൽ എന്താക്കണം? ചെറുതാക്കിയിട്ട് എടുക്കണം. ആ ഒരു പ്രോസസ്സിന് അബ്സോർബിൾ ആവണം. ചുമ്മാ ചെറുതാക്കിയാൽ പോരാ, അബ്സോർബിൾ ആയിട്ടുള്ള ഒരു ഫോം അല്ലെ, ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമില് ആക്കി മാറ്റണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ മക്കളെ? ഡൈജഷൻ എന്ന് പറയാ. സോ ഡൈജഷൻ ഇസ് ദി പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. സിമ്പിൾ ആയിരിക്കണം ആൻഡ് അബ്സോർബിൾ ഫോമും ആയിരിക്കണം. സിമ്പിൾ കോംപ്ലക്സ് ആയിട്ടുള്ള ആൾക്കാർ എന്തായിട്ട് മാറ്റണം? സിമ്പിൾ ആക്കി മാറ്റണം അല്ലെ. നമ്മൾ കഴിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിനെ എന്താക്കി മാറ്റണം? അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റണം. അതിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ കൺസെപ്റ്റ് മക്കളെ? ഓക്കെ. സോ ഡൈജഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമുക്കൊരു ഡൈജസ്റ്റീവ് ട്രാക്ട് ഉണ്ടെന്ന് അറിയാം അല്ലെ. ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. എങ്ങനെയാണ്, ഏതൊക്കെ പാത്വേയിലാണ് ഡൈജഷന്റെ ഫുഡൊക്കെ പോകുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഡൈജഷൻ 2 ടൈപ്പിലാണ് ഡൈജഷൻ ഉള്ളത്. മെക്കാനിക്കൽ ഡൈജഷനും ഉണ്ട്, കെമിക്കൽ ഡൈജഷനും ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡൈജഷൻ 2 ടൈപ്പ് ഉണ്ട്, മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും. അപ്പം അതിന് നമ്മള് മലയാളത്തില് യാന്ത്രിക ദഹനം എന്നും രാസിക ദഹനം എന്നും 2ആയിട്ട് പറയും കേട്ടോ. അപ്പൊ മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും സിമ്പിൾ ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലെ. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെക്കാനിക്കൽ ഡൈജഷൻ അല്ലെ, മെക്കാനിക്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്താ? മെഷീൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ? മെക്കാനിക്കൽ എനർജിയാണ് അവിടെ വേണ്ടത് അല്ലെ. മെക്കാനിക്കൽ വെച്ചിട്ടാണ് ബ്രേക്ക് ഡൗൺ ഫുഡ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾ. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ chewing the food with the teeth and by the strong contraction of the muscles of stomach and small intestine. അപ്പം മെക്കാനിക്കൽ ഫോഴ്സ് വെച്ചിട്ട് അല്ലെ, ഒരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു യാന്ത്രികമായിട്ട് അല്ലെ മെക്കാനിക്കൽ ഫോഴ്സ് കൊടുത്തിട്ട് ഫുഡിനെ എന്ത് ചെയ്യാണ്? ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. നമുക്ക് ഏതൊക്കെ ഫേസിലാണ് നമ്മൾ ഡൈജഷനിൽ മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുന്നത്? നമ്മൾ വായിലിടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമുക്ക് വായിൽ പല്ലുണ്ട് അല്ലെ, കുറെ പല്ലുകളുണ്ട്. 32 പല്ലുണ്ട് അല്ലെ. 28 പല്ലുകളായിരിക്കും ഓൾറെഡി ഉണ്ടാവുക. അതിന്റെ കൂടെ വിസ്ഡം ടീത്ത് എന്ന് പറഞ്ഞിട്ട് 4 ടീത്തും കൂടെ വരുന്ന സമയത്ത് മൊത്തം 32 പല്ലുകൾ അല്ലെ. ഇപ്പൊ വലുതായി കഴിഞ്ഞാലാണ് വിസ്ഡം ടീത്ത് വരിക അല്ലെ. കുറച്ച് പ്രായമാകുമ്പോൾ വിസ്ഡം ടീത്ത് വരും. ആൻഡ് അത് അഡൽട്ട് ആകുന്ന സമയത്ത് അങ്ങനെ നമുക്ക് 32 ടീത്ത്സ് ഉണ്ട് അല്ലെ. അപ്പം ആ ഒരു പല്ല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് ചവച്ചരക്കില്ലേ, നന്നായിട്ട് ക്രഷ് ചെയ്യും. അതെന്താണ്? ഒരു മെക്കാനിക്കൽ വേ അല്ലേ. അതൊരു മെക്കാനിക്കൽ അല്ലേ. ക്രഷിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ വേ അല്ലേ. ആ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യും? നമ്മള് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിന് എന്ത് ചെയ്യാൻ നോക്കാണ്? സിമ്പിൾ ആക്കാൻ വേണ്ടി നോക്കാണ്. ആൻഡ് ഓൾസോ
അതൊരു മെത്തേഡാണ്. പിന്നെ നമ്മൾ പറയുന്ന ഏതാണ്? സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും. അപ്പൊ നമ്മുടെ ഫുഡ് നമ്മുടെ മൗത്തിൽ നിന്ന് നേരെ ഈസോഫാഗസ് വഴി എവിടേക്ക് എത്തും? സ്റ്റൊമക്കിലേക്കാണ് ഫുഡ് എത്തുന്നത്. അപ്പൊ മൗത്ത് ഉണ്ട്, മൗത്തിൽ നിന്ന് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്കിൽ നിന്ന് ഫുഡിന് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നന്നായിട്ട് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും അല്ലെ? നല്ലൊരു കംപ്രസീവ്, അവിടെ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നല്ലൊരു കംപ്രഷനും വരും അല്ലെ? ആ ഒരു കംപ്രഷൻ വരുന്ന സമയത്ത് കുറച്ചും കൂടി എന്ത് ചെയ്യും? ഫുഡ് ഡൈജസ്റ്റ് ആവും. ഓൾസോ എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഫുഡ് പോകുന്ന സ്ഥലമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെ? അപ്പൊ സ്റ്റൊമക്കിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുറച്ച് കൺട്രാക്ഷൻസ് വരുന്നുണ്ട്. ഓൾസോ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നൊക്കെ ഒരു കൺട്രാക്ഷൻ വരുന്നുണ്ട്. പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. അറിയോ നിങ്ങൾ? കുറച്ചും കൂടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. പെരിസ്റ്റാൾസിസ്. So chewing of the food അപ്പം breaks down food into smaller particles. This is made possible by chewing the food with the teeth അല്ലെ? പല്ല് വെച്ച് നന്നായിട്ട് ചവച്ചരിക്കും. And by the strong contractions, നന്നായിട്ട് നല്ല എന്ത് ഈ ഫോഴ്സിൽ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. ഈ ഒരു ഫുഡിനെ നമ്മളെ സെല്ല് അബ്സോർബ് ചെയ്യാൻ പാകത്തിൽ ചെറുതാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് ആണ് നടക്കുന്നത് അല്ലെ? സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും എന്ത് സംഭവിക്കും? നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് നടക്കും. ആൻഡ് അതാണ് മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. സോ അതാണ് മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. ആൻഡ് യു നോ വാട്ട് ഈസ് കെമിക്കൽ ഡൈജഷൻ? കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് complex nutrients are broken down into simple absorbable nutrients by the action of enzymes in the digestive juices. അപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസിലുള്ള എൻസൈംസ്, അപ്പൊ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈജസ്റ്റീവ് ജ്യൂസിലുള്ള എൻസൈംസ് ആണ് അല്ലെ? ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊരു ജ്യൂസ് അടിക്കുകയാണ്, ഒരു ആപ്പിൾ ജ്യൂസ് അടിക്കുകയാണ്, അല്ലെങ്കിൽ ഓറഞ്ചിന്റെ ഒരു ജ്യൂസ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഇടുന്നത്? നമ്മൾ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ ഇടും, വെള്ളം ഒഴിക്കും, പഞ്ചസാര ഇടും അല്ലെ? അപ്പൊ നമ്മള് ചില ആൾക്കാര് പല ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പല പല സാധനങ്ങൾ അല്ലെ? അപ്പൊ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു മിക്സ്ചർ ആണ് അല്ലെ? കുറെ ആൾക്കാർ ചേർന്നിട്ടാണ് നമ്മള് ജ്യൂസ് അടിക്കുന്നത് അല്ലെ? അതുപോലെ ഇതിനകത്ത് എൻസൈംസും ഉണ്ട്, വേറെ കുറെ കോമ്പണൻസും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് ജ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ജ്യൂസ് ആയതുകൊണ്ടാണ് ഇതിനെ ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ജ്യൂസ് ആയതുകൊണ്ടാണ് ഇതിനെ ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസിനകത്ത് കുറെ എൻസൈംസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതാ? സലൈവറി അമൈലേസ് ഞാൻ പറഞ്ഞു, പെപ്സിൻ പറഞ്ഞു അല്ലെ? അപ്പം ഇതൊക്കെ എന്താണ്? എൻസൈംസ് ആണ്. ഈ എൻസൈംസിന്റെ ഹെൽപ്പോട് കൂടി ഡൈജഷൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് മക്കളെ നമ്മള് കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പം ഡൈജഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. മെക്കാനിക്കൽ ഡൈജഷനും ഉണ്ട്, കെമിക്കൽ ഡൈജഷനും ഉണ്ട്. ഡൈജഷൻ 2 ടൈപ്പ്, മെക്കാനിക്കൽ ഡൈജഷനും ഉണ്ട്, കെമിക്കൽ ഡൈജഷനും ഉണ്ട്. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെക്കാനിക്കൽ അല്ലെ? മെക്കാനിക്കലായിട്ട് നമ്മൾ യാന്ത്രികമായിട്ട് ലൈക്ക് ചൂയിങ് ഉണ്ട്, നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിന് എന്താക്കണം? സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബബിൾ ഫോം ആക്കി മാറ്റണം. അതല്ലേ ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് നമ്മൾ പല്ല് വെച്ച് ചൂയ് ചെയ്യുന്നത്, നന്നായിട്ട് സ്ട്രോങ്ങർ കൺട്രാക്ഷൻസ് നടത്തുന്നത്, ഇതൊക്കെ എന്താണ്? മെക്കാനിക്കൽ ഡൈജഷനിൽ വരുന്നതാണ്. ആൻഡ് കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡൈജസ്റ്റീവ് ജ്യൂസിനകത്തുള്ള എൻസൈംസ് യൂസ് ചെയ്തിട്ട് നടക്കുന്ന ഡൈജഷനെയാണ് നമ്മൾ കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? രണ്ടും വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? കെമിക്കൽ ഡൈജഷൻ എന്താണ്, മെക്കാനിക്കൽ ഡൈജഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാവുന്നുണ്ടോ? മെക്കാനിക്കൽ ആയിട്ട് ഉള്ള ഡൈജഷൻ ആണ് മെക്കാനിക്കൽ ഡൈജഷൻ. ആൻഡ് കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈംസ് ഉപയോഗിച്ചിട്ടുള്ള ഡൈജഷൻ ആണ്. ഓക്കെ, ആൻഡ് എൻസൈംസിന്റെ എക്സാമ്പിൾ ആണ് സലൈവറി അമൈലേസ്, പെപ്സിൻ ഒക്കെ എൻസൈംസിന്റെ എക്സാമ്പിളും ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആൻഡ് നമുക്ക് ഒരു ടോപ്പിക് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പശുവൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലെ? പുല്ലൊക്കെ കഴിക്കും അല്ലെ? പശു പുല്ല് തിന്നും അല്ലെ? ഈ പശു
പുല്ല് തിന്നിട്ട് അതൊന്ന് കഴിഞ്ഞിട്ട് കുറെ സമയം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. പശു എപ്പൊ നോക്കിക്കഴിഞ്ഞാലും വായിലിട്ട് പശു ചവയ്ക്കുന്ന പോലെ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പശു ചവയ്ക്കുന്ന പോലെ ചവച്ചുകൊണ്ടിരിക്കുന്നു, ചുയിങ്കം ഒക്കെ ചവയ്ക്കുമ്പോ അല്ലെ. കുറെ ആൾക്കാർ പശു ചവയ്ക്കുന്ന പോലെ ചവയ്ക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. എന്താ പശു ചവയ്ക്കുന്നതിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്? പശു ചവയ്ക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. എപ്പോഴും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് എന്ത് പറയാ, വീണ്ടും വീണ്ടും ചവയ്ക്കുന്നതിനെയാണ് റുമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പശുവിന്റെ റുമിനേഷൻ എങ്ങനെയാണ്, ഇങ്ങനത്തെ പുല്ലൊക്കെ കഴിക്കുന്ന ജീവികൾ എങ്ങനെയാണ്, ഇതിന്റെ റുമിനേഷന്റെ ബിഹൈൻഡ് എന്താണ് ഒരു സീക്രട്ട് ഉള്ളതെന്നാണ് നോക്കുന്നത്. സോ there are 4 chambers in the stomach of cow. അപ്പം കൗവിന്റെ സ്റ്റൊമക്കിന് 4 ചാമ്പേഴ്സ് ഉണ്ട്. നമുക്കൊക്കെ എത്ര ചാമ്പറേ ഉള്ളൂ? ഒറ്റ ചാമ്പറേ ഉള്ളൂ അല്ലെ. സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഒരൊറ്റ ചാമ്പറേ ഉള്ളൂ. പക്ഷെ കൗവിന്റെ കേസിൽ അങ്ങനെയല്ല, കൗവിന് 4 ചാമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 4 ചാമ്പേഴ്സ് ഉണ്ട്. ചാമ്പേഴ്സിന്റെ പേരറിയോ മക്കളെ? റൂമൻ ഉണ്ട്, റെറ്റിക്കുലം ഉണ്ട്, ഒമാസം ഉണ്ട്, അബോമാസം ഉണ്ട്. അപ്പം കൗവിന്റെ സ്റ്റൊമക്കിന് 4 ചാമ്പേഴ്സ് ആണുള്ളത്. റൂമൻ ഉണ്ട്, റെറ്റിക്കുലം ഉണ്ട്, ഒമാസം ഉണ്ട്, അബോമാസം ഉണ്ട്. അപ്പം 4 ചാമ്പേഴ്സ്: റൂമൻ, റെറ്റിക്കുലം, ഒമാസം ആൻഡ് അബോമാസം. റൂമൻ, റെറ്റിക്കുലം, ഒമാസം ആൻഡ് അബോമാസം 4 ചേമ്പേഴ്സ് ഉണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ഇതൊന്നും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷെ നമ്മൾ പുല്ല് കഴിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പശുവിന് എന്താണ്, പച്ചക്ക് ഈ സെല്ലുലോസ്, ഈ ഹെമി സെല്ലുലോസ് ഒക്കെ ഉണ്ട് അല്ലെ. പുല്ലുകളാണല്ലേ കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പൊ അതിനകത്ത് കൂടുതലായിട്ടുള്ള പ്ലാന്റിലുള്ള സാധനമാണ് സെല്ലുലോസ് ഒക്കെ ഉണ്ട് അല്ലെ. സോ ഈ ഫുഡില് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് എക്സെട്ര ആർ ബ്രോക്കൺ ഡൗൺ ബൈ ദി എൻസൈംസ് produced by the microorganisms present in the rumen and reticulum. അപ്പം ഈ ഫുഡിലുള്ള, പശു കഴിക്കുന്ന ഫുഡിലുള്ള സെല്ലുലോസും ഹെമി സെല്ലുലോസും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് എൻസൈംസ് വേണം. ഫുഡ് ഡൈജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കെമിക്കൽ ഡൈജഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എൻസൈംസ് വേണം അല്ലെ. അപ്പൊ പശുവിന്റെ കേസിൽ അങ്ങനത്തെ എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ പശുവിന്റെ സ്റ്റൊമക്കിന്റെ ചാമ്പേഴ്സിൽ. ഏതൊക്കെ ചാമ്പേഴ്സിലാണുള്ളത്? റൂമനിലും ഉണ്ട്, റെറ്റിക്കുലത്തിലും ഉണ്ട് അല്ലെ. അപ്പൊ റൂമനിലും റെറ്റിക്കുലത്തിലും കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് പശുവിന്. ആ മൈക്രോ ഓർഗാനിസംസ് കുറച്ച് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈംസ് വെച്ചിട്ടാണ് ഈ സെല്ലുലോസ് ആയാലും ഹെമി സെല്ലുലോസ് ആയാലും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. Process of digestion becomes more effective in them when the food that is temporarily stored in the rumen returns into the mouth and is chewed again. അപ്പം അവരുടെ കേസിൽ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂമനിലും റെറ്റിക്കുലത്തിലും 4 ചാമ്പർ പറഞ്ഞു അല്ലെ. റൂമൻ, റെറ്റിക്കുലം, ഒമാസം ആൻഡ് അബോമാസം. അതിനകത്ത് റൂമനിലും റെറ്റിക്കുലത്തിലാണ് ഈ മൈക്രോ ഓർഗാനിസംസ് ഉള്ളത്. ഒരു എൻസൈംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റൂമനിലും റെറ്റിക്കുലത്തിലും ഈ ഒരു പ്രോസസ് നടന്നാൽ മാത്രമേ ഡൈജഷൻ എന്താവുള്ളൂ? മോർ ഇഫക്റ്റീവ് ആവുള്ളൂ അല്ലെ. ഡൈജഷൻ വിൽ ബിക്കം മോർ ഇഫക്റ്റീവ് as the when the food that is temporarily stored in the rumen returns to the mouth and is chewed again. അപ്പം റൂമൻ എന്ത് ചെയ്യും? വീണ്ടും മൗത്തിലേക്ക് വരും അല്ലെ. സ്റ്റൊമക്കിന്, അതായത് അതിന്റെ റൂമനും റൂമൻ എന്ത് ചെയ്യും? വീണ്ടും അതിന്റെ മൗത്തിലേക്ക് വന്നിട്ട് നന്നായിട്ട് പിന്നെ എന്ത് ചെയ്യും? ചൂ ചെയ്യും അല്ലെ. അപ്പൊ ടൈം കിട്ടുമ്പോ ഒക്കെ എന്ത് ചെയ്യും? പശു എന്ത് ചെയ്യും? ചൂ ചെയ്തിട്ട്, എന്നാലും മാത്രമേ അതിന്റെ, ഞാൻ തമാശ പറയുന്നതല്ല, എന്നാലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിന്റെ ഫുഡ് എന്ത് ചെയ്യണം? നന്നായിട്ട് ഡൈജസ്റ്റ് ആവണ്ടേ. നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനല്ലേ അതിനെ അബ്സോർബിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം അതിന്റെ ഫുഡ് നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? ച്യൂ ചെയ്യുന്നത്. അപ്പം ഫുഡ് വീണ്ടും മൗത്തിലേക്ക് റിട്ടേൺ ചെയ്തിട്ട് ആണെങ്കിൽ മാത്രമേ അതിന്റെ ഡൈജഷൻ, നന്നായിട്ട് ച്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? അതിന്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. സോ ഇതാണ് പശു അല്ലെ. ഇതിന് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്? റൂമൻ ഉണ്ട്, റെറ്റിക്കുലം ഉണ്ട്, ഒമാസം ഉണ്ട്, അബോമാസം ഉണ്ട് അല്ലെ. റൂമൻ, റെറ്റിക്കുലം, ഒമാസം ആൻഡ് അബോമാസം. എന്നിട്ട് എന്ത് ചെയ്യും? പശു വീണ്ടും വായിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യും? ച്യൂ ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? നമ്മള്
ഡൈജഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ. ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഡൈജസ്റ്റ് ചെയ്യുന്നത് 2 ടൈപ്പിലുള്ള ഡൈജഷൻ ആണ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ 2 ടൈപ്പ് ഡൈജഷൻ? കെമിക്കൽ ഡൈജഷനും ഉണ്ട്, മെക്കാനിക്കൽ ഡൈജഷനും ഉണ്ട് അല്ലെ. കെമിക്കലും ഉണ്ട്, മെക്കാനിക്കലും ഉണ്ട്. കെമിക്കൽ ഡൈജഷനിൽ എന്താണ്? എൻസൈംസ് യൂസ് ചെയ്തിട്ടുള്ള ഡൈജഷൻ ആണ്. മെക്കാനിക്കൽ ഡൈജഷനിൽ എങ്ങനെയാണ്? മെക്കാനിക്കൽ ആയിട്ടുള്ള ച്യൂയിങ് പോലെ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് കൺട്രാക്ഷൻസ് അല്ലെ. സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനും സ്മോൾ ഇൻഡസ്റ്റൈനിലൊക്കെ ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺട്രാക്ഷൻ, ഇങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെന്ത് കാര്യമാണ് പഠിച്ചത്? നമ്മള് ഈ ഒരു ചാപ്റ്ററില് ന്യൂട്രിയൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു, ഫുഡ് പ്ലേറ്റിനെ പറ്റി പറഞ്ഞു അല്ലെ. ഫുഡ് പ്ലേറ്റ് എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ അതാ പഠിച്ചിട്ട് വന്നു അല്ലെ. ഡൈജഷൻ എന്താന്ന് പറഞ്ഞിട്ട് ഫുഡ് പ്ലേറ്റ് അല്ലെ, എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് അല്ലെ. ഫുഡിനെ നമ്മള് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഹാഫ് പോർഷൻ എന്തിനെ ഡിവൈഡ് ചെയ്യും? നമ്മള് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കും? നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് വേണ്ടിയിട്ട്, ക്വാർട്ടർ പോർഷൻ സീരിയൽസിന് വേണ്ടിയിട്ട്, ആൻഡ് ക്വാർട്ടർ പോർഷൻ എന്ത് ചെയ്യും? പ്രോട്ടീൻസിന് വേണ്ടിയിട്ട് നമ്മള് ഫുഡ് പ്ലേറ്റ്. അതിനകത്ത് പ്ലസ് 1 ഗ്ലാസ് ഓഫ് മിൽക്ക് ഓർ മിൽക്ക് പ്രോഡക്റ്റ്. ഇങ്ങനെയായിരുന്നു നമ്മൾ ഫുഡ് പ്ലേറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫുഡ് പ്ലേറ്റ് പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെ. ഹൈഡ്രയുടെയും അമീബയുടെയും ഹൈഡ്രയുടെയും ന്യൂട്രീഷൻ അല്ലെ. ന്യൂട്രീഷൻ ഓഫ് അമീബ ആൻഡ് ഹൈഡ്ര. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അമീബയുടെ ന്യൂട്രീഷൻ എങ്ങനെയാ വരുന്നത്? അമീബ ഫുഡിനെ കാണും. അമീബയ്ക്ക് എന്തുണ്ട്? ഫുഡ് ഉണ്ട് അല്ലെ. അമീബയ്ക്ക് ഫുഡ് ഉണ്ട്. അമീബ എന്ത് ചെയ്യും? അമീബ ഫുഡ് കാണുന്ന സമയത്ത് അമീബയ്ക്ക് എന്തുണ്ട്? സ്യൂഡോപൊഡിയ ഉണ്ട് അല്ലെ. അമീബയ്ക്ക് സ്യൂഡോപൊഡിയ. ഈ ഒരു സ്യൂഡോപൊഡിയ വെച്ചിട്ട് ഫുഡിനെ എൻഗൾഫ് ചെയ്യും അല്ലെ. എൻഗൾഫ് ചെയ്തിട്ട് ഫുഡ് വാക്യൂളിൽ പോയിട്ട് എന്ത് ചെയ്യും? എൻസൈംസ് യൂസ് ചെയ്തിട്ട് ഡൈജസ്റ്റ് ചെയ്യും അല്ലെ. എന്നിട്ട് സെൽ സർഫസ് വഴി അതിന്റെ വേസ്റ്റ് പ്രോഡക്ട്സിനൊക്കെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ആൻഡ് അമീബയിലുള്ള ഡൈജഷൻ എന്ന് പറയുന്നത് ഏത് ഡൈജഷൻ ആണ്? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ അല്ലെ. ഓക്കെ, അമീബയില് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി ഹൈഡ്രയുടെ കേസ് അല്ലെ. ഹൈഡ്ര അമീബ എന്ന് പറയുന്നത് എന്തായിരുന്നു? യൂണിസെല്ലുലാർ ആയിരുന്നു അല്ലെ. യൂണിസെല്ലുലാർ ഓർഗാനിസം. ഹൈഡ്രയുടെ കേസിൽ എന്തായിരുന്നു? ഹൈഡ്ര എന്ന് പറയുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിരുന്നു അല്ലെ. മൾട്ടി സെല്ലുലാർ. ഹൈഡ്ര മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിരുന്നു. ഹൈഡ്രയ്ക്ക് എന്തുണ്ടായിരുന്നു? ടെന്റക്കിൾസ് ഉണ്ടായിരുന്നു അല്ലെ. ടെന്റക്കിൾസ്. ഹൈഡ്ര ടെന്റക്കിൾസ് വെച്ചിട്ട് അതിന്റെ ബ്രെയിൻ എന്ത് ചെയ്യും? പാരലൈസ് ചെയ്യും. എന്നിട്ട് മൗത്ത് വഴി എന്ത് ചെയ്യും? അതിന്റെ ക്യാവിറ്റിയിലേക്ക് ഇടും. ക്യാവിറ്റിയിലേക്ക് ഒരു സെല്ലിന്റെ ഒരു ലൈനിങ് ഉണ്ടാവും. ആ സെല്ലിൽ എന്ത് ചെയ്യും? എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ വെച്ചൊരു ഡൈജഷൻ നടക്കും. അതാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ അല്ലെ. സെല്ലിന്റെ പുറത്ത് നടക്കുന്ന ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. ഈ ഒരു പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള സാധനം ഇതിന്റെ ഫുഡ് വാക്യൂളിലേക്ക് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ഡൈജഷൻ അല്ലെ, എൻസൈംസ് യൂസ് ചെയ്തിട്ട് അപ്പൊ എന്ത് നടക്കുന്നുണ്ട്? ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും നടക്കുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ വേസ്റ്റ് മുഴുവൻ എന്ത് ചെയ്യും? ഹൈഡ്ര മൗത്ത് വഴി പുറത്തേക്ക് കളയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഡൈജഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കില് എന്ത് പഠിച്ചു? ഡൈജഷൻ 2 ടൈപ്പ് പഠിച്ചു. മെക്കാനിക്കൽ ഡൈജഷനും മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ. ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ പശുവിന്റെ 4 ചേമ്പറിന്റെ പേരൊക്കെ പഠിച്ചു അല്ലെ. എന്നിട്ട് എന്താ പശു വീണ്ടും എന്തുകൊണ്ടാണ് ചവയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞു അല്ലെ. സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും വീണ്ടും പശു ചവച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ
പഠിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കണം. ഈ ഡൈജസ്റ്റ് ചെയ്ത കണ്ടന്റ്സിനെ എങ്ങനെയാണ് ബോഡിയിലെ ഡിഫറെന്റ് പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.